മുജാഹിദിന്റെയും മനസ്സ് വേദനിക്കും എന്നതിന് തെളിവും ആ വേദനയിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യമാണത്. മുജാഹിദുകൾക്കിടയിൽ സലഫികൾക്കിടയിൽ പ്രശ്നമുണ്ടായാൽ അത് രഞ്ജിപ്പിലെത്തിച്ചുകൂടാനാണ്. ശരിയാണ്, മുജാഹിദുകളാണ് എല്ലാ കാര്യത്തിലും ഈ വിഷയത്തിൽ രഞ്ജിപ്പുണ്ടാക്കുന്നവർ മുജാഹിദുകളാണ്. ഇന്നൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും. ഖുർആനിലെ 40-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികൾ പരസ്പര സഹോദരങ്ങളാണ്, അവർക്കിടയിലെ പ്രശ്നങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുന്നതാണ്. ഇസ്ലാമിലെ ഏതൊരു കാര്യത്തിനെ രഞ്ജിപ്പിന്റെ മാനദണ്ഡം എന്താണ്? ഫൈൻ തനാസഅ്തും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി. മതപരമായ ഏതൊരു അഭിപ്രായ ഭിന്നതകളുണ്ടായാലും ആ ഭിന്നതകളെല്ലാം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്നാണ് ഖുർആനിലെ 4-ാം അധ്യായം 51-ാമത്തെ വചനത്തിൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഉടമയും പറഞ്ഞു, തറക്തു ഫീകും അംറൈനി ലം തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോകുന്നു, അത് മുഴുവൻ പിടിക്കുന്ന കാലത്തോടെ നിങ്ങൾ തെറ്റില്ല, അത് ഖുർആനും സുന്നത്തുമാണെന്നാണ്. വീണ്ടും റസൂൽ വിസ്തീരിച്ചു, അലൈക്കും സുന്നത്തി, എന്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചെവിയും അപ്പൊ അവരെല്ലാം സ്വീകരിച്ച മാർഗം ഏതൊരു വിഷയത്തിലും സഹാബികൾ, താബീങ്ങൾ, തബൂഅത്ബാഇകൾ അതുപോലെയുള്ള ആളുകൾക്ക് സ്വീകരിച്ചു പോണവരിൽ ഈ പ്രസ്ഥാനം ആളുകളെ വിശ്വസിച്ചെന്താണ്? ലോകത്തിലെ സലഫി പണ്ഡിതന്മാർക്ക് തൗഹീദിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടില്ല എന്നാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇത് വളരെ ശ്രദ്ധിക്കണം. ചോദ്യകർത്താവായ സഹോദരൻ വളരെ സ്നേഹത്തോടെ ശ്രദ്ധിക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ മൂവാറ്റുപുഴ മുഖാമുഖം നടക്കുന്നതുവരെ അഖീദയിൽ തൗഹീദിന്റെ കാര്യത്തിൽ, അതാണ് ഏറ്റവും പ്രധാനം, ആ തൗഹീദിന്റെ കാര്യത്തിൽ മുജാഹിദുകൾക്കിടയിൽ ഒരഭിപ്രായ ഭിന്നതയും ഉണ്ടായിട്ടേയില്ല. മൂവാറ്റുപുഴ വാർപരിവാരം നടക്കുന്നതുവരെ. അതുകൊണ്ടാണ് നൗഷാദ് അൻസരി, അബ്ദുൽ ഹഖ് സുലൈമി ആനയിൽ നിന്ന് പുസ്തകം ഉദ്ധരിച്ചിട്ട് കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഭിന്നത ഉണ്ടാകാൻ പറ്റുന്ന ഏരിയകളുണ്ടാവും, പക്ഷേ നിങ്ങൾ ഇവിടുന്നായിരുന്നത് അഖീദയിൽ പിഴവുണ്ടാവില്ല എന്നാണ് പറയുന്നത്. സത്യമാണ്. തൗഹീദ് കാര്യത്തിൽ മുജാഹിദ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായം ഉണ്ടായിട്ടുള്ള ഇതുവരെ, സലഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ടായിട്ടുള്ള ഇതുവരെ. ഈ കാര്യങ്ങൾ ഓർക്കണം. മൂവാറ്റുപുഴ വാർപരിവാരം നടക്കുന്നതിലൂടെ ഇമാം ഷൗക്കാനിക്ക് ശിർക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് ലോകത്ത് ഹനീഫ് കായ്ക്കൊടി അല്ലാതെ അതിനു മുമ്പ് കഴിഞ്ഞുപോയി ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇമാം മുഹമ്മദ് ബിൻ ഹംബലിന് ശിർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ധരിപ്പിക്കുന്ന പ്രസംഗം ഈ മൂന്നാളുകളല്ലാതെ അതിനു മുമ്പ് കഴിഞ്ഞുപോയി ഒരാളില്ല, ഒരാളും, ഒരു മനുഷ്യനും. അവൻ നമ്മളെന്ന് മനസ്സിലാക്കണം. എവിടെയാ പ്രശ്നം? എവിടെയാ പ്രശ്നം? ഈ മൂന്നാട്ടാ പ്രശ്നം. ഈ മൂന്നാളെ മാറ്റി നിർത്തിയാൽ കേരളത്തിലെ പ്രശ്നം തീർന്നു. പിന്നെ ഇവരൊരു കാര്യം, യായിബാദുള്ള അയ്യൂനിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചർച്ച. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, കേരള അനുഭവത്തിൽ മുജാഹിദിന്റെ ഏറ്റവും മനുഷ്യനായ ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ പി മുഹമ്മദ് മൗലവി. യായിബാദുള്ള അയ്യൂനി അദ്ദേഹത്തിന്റെ അത്തവസ്തു എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 1982 ഖണ്ഡശിലായി അൽമനാറിൽ അദ്ദേഹം സ്വീകരിക്കുന്നത്. 6 മൗലികൾ പറഞ്ഞിട്ട് ഇത് ശിർക്കാണ്, യായിബാദുള്ള ശിർക്കാണ് എന്താ മൗലികൾ പറയാത്തെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, കെ പി മുഹമ്മദ് മൗലവി ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അന്ന് ജമിയത്തുലമയിൽ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു. 1982-83 ചെറിയമുണ്ട മന്ത്രി അനീതിനെതിരെ യായിബാദുള്ള വിശദീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. അന്ന് ചിന്തനം അരിച്ചു വായിക്കുന്നതാണ് കെ പി മൗലവി. അവരാരും ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല. യായിബാദുള്ള അയ്യൂനി എന്ന ഹദീസ് ദുർബലമാണ്, അത് വെച്ച് അമൽ ചെയ്യരുത്. എന്നാൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്കാർ തെളിവില്ലാതാണ് നാളുകളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെതിരായി ഇവർ 3 പേർ പറയുന്നു. അത് തിരിച്ചു കൊടുക്കുന്നവർ തിരിച്ചുന്നില്ല, പ്രമാണങ്ങൾ ഉദ്ധരിച്ചവർ തിരിച്ചുന്നില്ല. ഇവരെ കയ്യിലിട്ട് പ്രമാണമില്ലതാണ്, ഒച്ചയല്ലാതെ അബ്ദുറഹ്മാൻ സലഫിയുടെ 70 ഭാഷയുടെ ശബ്ദമല്ലാതെ വേറെ തെളിവുകളൊന്നുമില്ല. അപ്പൊ ഇവരെ ഇഷ്യൂസ് ഉണ്ടായപ്പോഴാണ് എന്റെ പ്രിയ സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഖത്താബ് വാദിച്ചു. മരിച്ചിട്ടില്ലാന്ന് ന്യായമായാണ് അദ്ദേഹം വാദിച്ച്. എന്ന് അറുപത് അദ്ദേഹത്തിന് 3-ാമത്തെ ആയത്ത് തെളിവ് ധരിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് 2 ആയത്ത് ധരിച്ച് നബി മരിക്കുന്നു സ്ഥാപിച്ചു. അത് അബൂബക്കർ സിദ്ദീഖ് മനസ്സിലായി. അദ്ദേഹത്തിന്റെ വാദത്തിന് പിന്മാറി. ഞാൻ ഉദ്ധരിച്ച് ശരിയല്ലാതെ മനസ്സിലാക്കി, ഞാൻ മനസ്സിലാക്കിയ പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ 2 ഗ്രൂപ്പ് ഉണ്ടായില്ല. ഇവരെ ഈ 3
അവർക്ക് പറ്റിയ തെറ്റിനെ ന്യായീകരിക്കാനല്ലാതെ ഇനി ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. കേരളക്കരയിൽ 3 ആളുകൾ ജീവിതത്തിൽ പറ്റിയ തെറ്റ് തിരുത്താത്തവരായി പ്രമുഖ രംഗത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് സദാശിവനെയാണ്, ഒന്ന് എംഎൽഎ പറഞ്ഞ സെൽഫിയൻ, ഒന്ന് അദ്ദേഹത്തിന്റെ അനുചരമാണ്. ഈ 3 ആൾക്ക് പറ്റുന്ന തെറ്റ് അവർ ഒരിക്കലും തിരുത്താറില്ല. അവർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന് ഒരു മിണ്ടൂല, ഒരു പറയില്ല. അതങ്ങനെയാണ് അവർ ഇടപെടുന്നത്. ഒരു 27 വലിയ എനിക്ക് ആ കാര്യത്തിൽ തെറ്റ് തിരുത്തില്ല. പിന്നെ എങ്ങനെ നന്നാവുക? 2 ടീമിന് വിഷയം ഉണ്ടാവുമ്പോൾ തെളിവ് കിട്ടിയാൽ ആ തെളിവ് അംഗീകരിക്കണ്ടേ? ആ തെളിവ് അവർ അംഗീകരിക്കില്ല. തെളിവിനെതിരായി ഇവിടെ സക്കറിയ ശിവരാജിയോ ജബ്ബാർ മൊഴിയോ ഞങ്ങൾ ആരും നിന്നിട്ടില്ല. അപ്പൊ തെളിവ് കിട്ടിയാൽ ആ തെളിവ് അത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത കാലത്ത് ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ 3 ആൾക്ക് പറ്റുന്ന മുഴുവൻ തെറ്റുകളെയും ന്യായീകരിക്കാൻ നേതൃത്വത്തില് പിന്നെ എ പി ദുർഖാറുമാനിയൊഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എല്ലാവരും പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പോരാട്ടവും ചരിത്രമൊക്കെ നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ പുറത്താക്കിക്കൊണ്ടേ കച്ചെടുത്തിയ ദിവസം കുഞ്ഞുകയും 1/2 മണിക്കൂർ എ പി ദുർഖാറുമാനിയെ മാറ്റാൻ ഞാൻ ശ്രമിച്ചു. നിങ്ങൾ ചോദിക്കുന്നത് ബാക്കിയുള്ളവരായിട്ട് അയാളിപ്പോ അവർ യോഗ്യതയില്ലാത്തതുകൊണ്ടാണ്. അവർ ചെയ്ത സേവനങ്ങളൊന്നും അതുകൊണ്ട് കുറയില്ല. പക്ഷേ ഇപ്പോൾ അവർ ബാത്തിലുള്ള കൂടെയാണ്, അക്രമകാരികളുടെ കൂടെയാണ്, ഈ പ്രസ്ഥാനത്ത് തകർക്കുന്നവരുടെ കൂടെയാണ്. അത് തകർക്കാൻ വേണ്ടി രാവുമകളിൽ ഓടി ഇറക്കുകയാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം. അവർക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടല്ല, അവർക്ക് കാര്യങ്ങൾ അറിയാം. മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഏതൊരു വിഷയം നിങ്ങൾ പറഞ്ഞോളൂ, ആ വിഷയത്തിൽ തെളിവ് തിരിച്ചിട്ട് സ്വീകരിക്കാൻ സന്നദ്ധമില്ല. നിങ്ങൾ വരില്ലേ, ജിന്ന് വീഴുന്ന് സമ്മതിക്കുന്നു, അതിന് ഇറക്കുന്നതിനെ അറിയില്ല. കേറെന്ന് പറയുന്നത് എപ്പോഴാ അറിയില്ല? കേറിയുള്ളതിൽ എന്താ തെളിവ്, എന്താ അറിയില്ല. കേറിയെന്ന് പറയും. വീട്ടിൽ കള്ളം കഴിയുന്നതിനാൽ ആ ആർക്കും മനസ്സിലാവില്ലാണോ? അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? ഒരു സംഗതി കേറിയാള് മനസ്സിലാവുമെന്ന് പിന്നെ കേറിയെന്നെങ്ങനെ പറയാ? കേറുന്നതിനെ പറയാ. ഇന്നും ജിന്ന് കേറുന്ന വെച്ചാൽ തീർന്ന അറിയുന്നത്. കേറുന്നതിനെ മനസ്സിലാവുക, കേറിയെന്നെങ്ങനെ പറയാ? കേറി നിലയാളെന്താ? അപ്പൊ ഇവരെ അസത്യത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ ഉടരുത്. ഇവരെ അസത്യത്തിലാണ്. നമ്മൾ എന്തുകൊണ്ടാ ബാക്കിയുള്ള ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ നമുക്ക് വെറുപ്പ്? അവിടെ അസത്യത്തിലായതുകൊണ്ടാണ്. അല്ലാതെ ഇവിടുത്തെ കെട്ടുമട്ടില്ലായിട്ട് സംഘടനയിലായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തെളിവുകൾ സ്വീകരിക്കാനുള്ള സന്നദ്ധരല്ല. യായി ഭാഗമുള്ള അയ്യനി സഹോദരത്തെ ലോകത്തിലെ സർവീപന്യമാരുമായി ചർച്ച ചെയ്യട്ടെ. അവരുടെ വാദം തകർന്നടിഞ്ഞു പോവും. അതുകൊണ്ട് അവർ തയ്യാറല്ല, അവർ ഒരുക്കമല്ലാത്ത കാലത്തുള്ള പ്രശ്നം തീരില്ല. രണ്ടാളും തമ്മിൽ അഭിപ്രായം ഇല്ലാണ്ടായ തെളിവ് സ്വീകരിക്കാൻ എന്താണെന്ന് തയ്യാറായില്ലേ? ഒരു കൂട്ടർ തിരികെ ചെയ്യാറില്ല. പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇതാണ് ഈ വിഷയം മനസ്സിലാക്കാൻ എന്റെ സഹോദരൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖാലിദ് പുൽപ്പറ്റ ഒന്ന് മൈക്കെടുക്കട്ടെ. ഖാലിദ് പുൽപ്പറ്റ ഒന്ന് മൈക്കെടുക്കട്ടെ. എല്ലാവരും ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഞാനേ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയാന് ഞാൻ എനിക്കൊരു മുലാൽ ബാഷരി നേരത്തെ പറഞ്ഞ വിഷയത്തില് ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ മൈക്ക് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് കാട്ടിയത്. ഇപ്പൊ ക്ലിയർ ഉണ്ടാവില്ല അല്ലെ? ഓക്കെ. പിന്നെ ഇവിടെ ഒരു വിഷയം പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പൊ ഈ TPയെ പോലെ അല്ലെങ്കിൽ നമ്മളെ നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളെ ഇവര് എന്താ ചെയ്യുന്നത് വെച്ചാല് മുലാൽ ബാലുശ്ശേരിയുടെ ആള് അല്ലെങ്കിൽ സക്കരിയ സലയുടെ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. അപ്പൊ സംസാരിച്ച് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മൗലവി അങ്ങനെയുള്ളോ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെന്താ ചെയ്യാ? APനൊക്കെ ചീത്ത പറയാ. APനൊക്കെ ചീത്ത പറയുമ്പോ തീർച്ചയായിട്ടും ഈ AP ചിന്തിക്കുന്നത് പ്രായമുള്ള ആളല്ലേ, അവരൊക്കെ ചിന്തിക്കുന്നത് ഇവൻ സക്കരിയ സലാഹിനെ പിന്തുണക്കുന്ന ആളാ, ഇവരൊക്കെ സ്വഭാവം ഈ രൂപത്തിലാ എന്ന് പറഞ്ഞ് ഈ രൂപത്തില് ഇവരിത് ചെയ്യുന്നുണ്ടെന്നുള്ള എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. ഈ രൂപത്തിൽ പല ആളുകളെ കൊണ്ട് വിളിപ്പിക്കുക, അവരാളുകൾ തന്നെ വിളിക്കുക. സക്കരിയ സലാഹിന്റെ ആളുകൾ, ഈ സക്കരിയ സലാഹി പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ രൂപത്തില് ഈ നിൽക്കുന്ന സലഫികൾ നിൽക്കുന്ന ഭാഗത്ത് ശരിയാണെന്ന് പറയുന്ന ആളുകളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഇവരെന്ത് ചെയ്യാ? നേതാക്കന്മാരെ കൊണ്ട് വിളിപ്പിച്ചാൽ നേതാക്കന്മാർക്ക് ഈ ആളുകളെ പറ്റി മോശമായ ചിന്താഗതി ഉണ്ടാക്കുന്ന ഒരു ആൾക്കുണ്ടാണ്. രണ്ടാമത് എനിക്ക് ഒരു സംഗതി, ഇവിടെ ഇപ്പോ അനസ് മൗലവി പിന്നെ സുബൈർ ഡോക്ടറെ പറ്റി പറഞ്ഞു. അതുപോലെ പിന്നെ ഈ വിഷയത്തില് അബ്ദുറഹ്മാൻ സാഹിബും സുബൈർ ഡോക്ടറും തമ്മിലുള്ള ഒരു ബന്ധം അത് ഞാനിപ്പോ മൈക്കില് സുബൈർ ഡോക്ടറെ കൊണ്ട് കേൾപ്പിച്ചു തരാം. മൈക്കില് സുബൈർ ഡോക്ടർ താരിഫിലാണുള്ളത്. എനിക്കൊരു പിന്നെ ഒരു 2 സെക്കൻഡ് സമയം തന്നെ അദ്ദേഹത്തിന് കണക്ട് ചെയ്യാനുള്ള. അത് കേൾക്കുന്നുണ്ടല്ലേ? അത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? പൂർണ്ണമായിട്ട് മൈക്ക് കൊടുക്കുക. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മതി. എന്താ ചെയ്യേണ്ടത്? അനിക്ക
ഓക്കെ ഓക്കെ ഓക്കെ, ഞാനത് കൊടുത്തിട്ട് ഞാനത് ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, ഞാൻ ദുബൈ ഡോക്ടറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ, ഒരൊറ്റ മിനിറ്റ്. ഡോക്ടർ, ഒരു മിനിറ്റ്, വിഷയം ഞാനിപ്പോ ഫോൺ വിളിക്കാം. കട്ട് ചെയ്യണ്ട കേട്ടോ. ഒരു മിനിറ്റ് സഹോദരന്മാരെ, അദ്ദേഹം താഴ്ചയുടെ ഉള്ളിലെ ഒരു ഏരിയയിലാണുള്ളത്. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കണക്ട് കൊടുക്കുമ്പോ ഡോക്ടർ പറഞ്ഞോളൂ. ഒരു മിനിറ്റ് ഡാനിഫ, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ വരാം. ഒരൊറ്റ മിനിറ്റ്, ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. ഡോക്ടർക്ക് എന്റെ ഒരു ഫോണിന്റെ ഒരു പ്രശ്നം. ഒരൊറ്റ മിനിറ്റ്, അതിന് മുമ്പ് അഷ്റഫൂല് ഇട്ടോടെ, എന്നിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാ. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ബാലുശ്ശേരി എവിടെ ഉണ്ടോ? ബാലുശ്ശേരി എവിടെ ഉണ്ടോ? ഉണ്ടോ? ഐഡിയിൽ എവിടെ ഉണ്ടോ? യെസ്. ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ വിഷയം ഞാനത് കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഒരു കുട്ടി സംസാരിച്ചപ്പോ അത് അവന് സെലഫി സംസാരിച്ചത് ആശയക്കുഴപ്പമായി. അവസാനം ഒരു കളവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ചു. പക്ഷെ പിന്നെ വിഷയം ഒരു മൊബൈൽ ഫോണിന്റെ കവർ ഊരിയിട്ട് ഇതുപോലെയാണ് മുജാഹിദ് എന്തൊക്കെ എനിക്കും മനസ്സിലായിട്ടില്ല. അതെന്താണ് എന്ന് ഒന്ന് വിശദീകരിച്ചു തരണം. ഇൻഷാ അല്ലാഹ് നമുക്കത് അതിന്റെ ഒക്കെ മറുപടി കൊടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഒന്ന് പറയണം. അസ്സലാമലൈക്കും. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? യെസ്. ഞാൻ എന്റെ ഈ അടുത്ത കാലത്തെ പ്രസംഗങ്ങളിൽ അഷ്റഫ് കേൾക്കുന്നുണ്ടാവും. അഷ്റഫ് കേൾക്കുന്നുണ്ടാവില്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മുടെ സംഘടനയും ആദർശവും വിശദീകരിക്കുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. അതായത് ഒരു മൊബൈൽ ഫോണിന്റെ കവറ്, ആ കവറ് മൊബൈൽ ഫോണിന്റെ സുരക്ഷിതത്വത്തിനാണ്. മൊബൈൽ കൂടുതൽ കേട് പറ്റാതിരിക്കാനും താഴെ വീണാൽ അത് പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ അതിന്റെ സേഫ്റ്റിക്കാണ് മൊബൈൽ കവർ. അതുപോലെ ഒരു ആദർശത്തിന്റെ സേഫ്റ്റിക്കാണ് ഒരു സംഘടന. അതായത് മൊബൈൽ അടിച്ചു പൊട്ടിച്ചിട്ട് മൊബൈൽ അടിച്ചാൽ പൊട്ടിച്ചിട്ട് കവറിലാണ് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് ഈ കവറിൽ ഒന്നും പറ്റരുത്, ഇതിനൊരു കോട്ടവും പറ്റരുത്, മൊബൈലിൽ എന്ത് സംഭവിച്ചാലും എന്ന് വിചാരിക്കുന്നത് പോലെയാണ് സംഘടനയ്ക്ക് ഒന്നും പറ്റരുത്, ആദർശത്തിന് എന്ത് പറ്റിയാലും എന്ന് തീരുമാനിക്കുന്നതാണ് എന്റെ പ്രസംഗത്തിൽ. അത് ആളുകൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു സ്വർണ്ണ കടയിൽ കയറി, ഓക്കെ, ഡോക്ടർ വന്നിട്ടുണ്ടോ? ഡോക്ടർ സുബൈർ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രവേശം ബാക്കി പറയാം. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ പറയാം. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സഹോദരന്മാരെ, കേരളത്തിലെ തൗഹീദി പ്രബോധനത്തിനിടയിൽ ഉണ്ടായ ഈ ആശയക്കുഴപ്പം വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. ഇവിടെ പഞ്ചകർമ്മ തങ്ങളുടെ ധർമ്മത്തിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലരും കറു പറയുമ്പോൾ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാവുന്നു. അദ്ദേഹം ചികിത്സക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തിരിച്ച് അദ്ദേഹം ഒരു കാർ തന്നെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ഓർമ്മ അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ അദ്ദേഹത്തെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്.
ഒന്ന് തിരിച്ചു പോന്നപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അറബി പ്രസംഗത്തിന്റെ കാസറ്റ് കാറിലിട്ടപ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് ഒരു പദ്യമുണ്ടായിരുന്നു. അതിനർത്ഥം അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞത്. എനിക്ക് കൃത്യമായിട്ട് അർത്ഥം അറിയില്ലായിരുന്നു. മാത്രമല്ല ആ പദ്യം അദ്ദേഹം ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അതിന്റെ ഒരു കോപ്പി എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തേക്കുണ്ടായി ആ കാസറ്റിന്റെ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രേമിച്ചു വന്ന ഒരു ആണിനെയും പെണ്ണിനെയും ആലിന്റെ ഇലയിൽ ചെറുത് ചെയ്ത് ഇണക്കി അവരെ നാട് വിട്ട സംഭവമെല്ലാം ആ യാത്രയിലാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞിരുന്നത്. ഇനി അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, അദ്ദേഹം ഞാൻ ഈ വിഷയം പഠിക്കുന്ന ആദ്യകാലത്ത് അദ്ദേഹം അതിനോട് വളരെ സഹകരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന സമയത്ത് അദ്ദേഹം പല സംഭവങ്ങൾ പറഞ്ഞു. വാസ്തവത്തിൽ കുണ്ടോട്ടിയിലെ ഒരു ഹാജിയാർ ഒരു ഹിന്ദുവിന്റെ വീട് വാങ്ങിച്ച കാര്യവും ആ വീടിന്റെ അവ പൊളിക്കരുതെന്ന് ഹാജിയാരും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഹാജിയാർ അവ പൊളിച്ചു. അതിനുശേഷം വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിന് ഭാവി ഉണ്ടാവുകയും അദ്ദേഹം സംസ്കൃത ശ്ലോകം ചെല്ലാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് എനിക്കും പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഉസ്മാൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഒരു ഹോമിയോ ഡോക്ടർക്ക് ഫ്രാൻസിൽ മരുന്നെത്തിച്ചു കൊടുക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ബഷീർ പട്ടേത്താരവും അതുപോലെ ചില ആളുകൾ കൂടി വന്നുകൊണ്ട് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഈ മാറ്റം തകർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരെ സമീപിച്ചിട്ടുണ്ടായി. അങ്ങനെയുള്ളവരോട് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടെ ജമീത്തുണ്ടല്ലോ അതിന്റെ 10 പണ്ഡിതന്മാരെ നിങ്ങൾ സംഘടിപ്പിക്കുക. എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് എന്നെ വിചാരണ ചെയ്യുക. എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ അവരുടെ മുന്നിൽ പറയട്ടെ. എന്നിട്ട് അവർ 10 പേരും കൂടി അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകൾ ഒരു 10 നൽകുകയാണ് ഈ വിഷയം ജനങ്ങളോട് പറയാൻ പാടില്ല എന്നവർ പറഞ്ഞാൽ ഞാനൊന്ന് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുജാഹിദ് പ്രസ്ഥാനം 2 മാറിയിട്ടില്ല. പക്ഷേ ഗ്രൂപ്പിലുള്ള കാലമാണ്. അതിൽ ജമാഅത്ത് പരിപാടി 5 പണ്ഡിതന്മാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി. ബഷീർ പട്ടേത്താരം മറ്റ് 5 പണ്ഡിതന്മാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി. അതിൽ ജമാഅത്ത് പരിപാടി ആദ്യമായി കണ്ടത് അബ്ദുറഹ്മാൻ സദിയാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് വിഷയത്തിൽ സംശയമൊന്നുമില്ല, ഞാൻ മുമ്പേ ഈ വിഷയം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഏതോ ഒരു വിദേശ രാജ്യത്ത് സംസാരിച്ച കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ സംശയമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ജമാഅത്ത് പരിപാടി മടങ്ങിപ്പോന്നു. ബഷീർ പട്ടേത്താൻ പോയി കണ്ടത് സാഹിബ് ഫാറൂഖിനെയാണ്. അദ്ദേഹം ഇനി ഞങ്ങള് താമരശ്ശേരിക്ക് ഹുദൈബിയ ഒരു പരിപാടിക്ക് വേണ്ടി സമ്മേളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാഹിബ് ഫാറൂഖിനെ ഒരുപാട് കാര്യങ്ങൾ പേടിപ്പിച്ച് പറഞ്ഞ് എന്നാൽ ഡോക്ടറെ നമുക്ക് ഇന്നത്തെ വിഷയം ജിന്നാക്കിയാലൊന്ന്. അന്ന് പ്രബോധനത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞ വിഷയം സംസാരിക്കാൻ വിളിച്ച ശേഷം ബഷീർ പട്ടേലാൻ പറഞ്ഞ നമുക്ക് വിഷയം ജിന്നാക്കിയാലോന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഈ കാര്യം അറിയാതിരുന്നിട്ടല്ല, പക്ഷേ മനഃപൂർവ്വം എന്തോ സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിൽ പലതും മറച്ചു വെക്കുകയും കഥ പറയുകയും ചെയ്യുകയാണ്. അള്ളാഹു പണ്ഡിതന്മാർക്ക് നന്മ അവരുടെ മനസ്സിൽ തോന്നിക്കുകയും അവരെ സന്മാർഗത്തിലാക്കുകയും അതുവഴി ഈ മുസ്ലിം സമുദായത്തിന് ഗുണപ്രദമായി മാറുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ക്ലിയർ ഉണ്ടായിരുന്നു വിചാരിക്കുന്നു. ഞാന് ഡോക്ടർ തായിഫിലാണുള്ളത്, ഞാൻ ജിദ്ദയിലാണുള്ളത്. ബൈലക്സില് ഒരുപാട് ആളുകൾ പല ലോകത്തിന്റെ പല ഭാഗത്തുമാണുള്ളത്. ഡോക്ടറെ മൈക്കിലൂടെ വിളിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇൻഷാല്ലാ ഞാൻ എന്തെങ്കിലും വിഷയം വേണമെങ്കിൽ ഡോക്ടറെ കൊണ്ട് വരിപ്പിക്കാം. ഇൻഷാല്ലാ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖാലിദ ഡോക്ടറെ അടുത്തൊന്ന് ക്ലിയർ ആവേണ്ട വേറൊരു വിഷയമുണ്ട്. അതായത് ഇന്ന് അയാളോട് പറഞ്ഞത് ഞാനൊരു MBBS ഡോക്ടറിന്റെ അടുത്താണ് കൊണ്ടുപോയത്, അതല്ലാതെ റുഖിയ ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഇതിലാണ് അയാളോട് പറഞ്ഞത്. അപ്പൊ റുഖിയ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണോ, അതല്ല ഒരു MBBS സാധാരണ ഒരു MBBS ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കുന്ന സാധാരണ ഒരു ചികിത്സ, എങ്ങനെ ഒരു വൈദ്യശാസ്ത്ര ചികിത്സയാണോ അതല്ല റുഖിയ ഷായിയാണോ ചെയ്യിക്കാൻ കൊണ്ടുപോയത് എന്നുള്ളത് ഒന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അതാണ് അനസിനോട് പറഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പിന്നെ സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്, 12:30 കഴിഞ്ഞു.
ചർച്ച ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര ഉചിതമല്ല. പിന്നെ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഡോക്ടർ സുബൈറുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഉള്ള വ്യക്തികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചില സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർ എന്നുള്ള നിലക്ക് നമ്മൾ പല ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്ക് പരിചയമുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, എല്ലാവരും നമ്മുടെ ആദർശ അല്ലെങ്കിൽ പ്രാസ്ഥാനികമായിട്ട് അല്ലെങ്കിൽ ആദർശപരമായിട്ട് നമ്മുടെ ബന്ധമുള്ള ആളുകളൊന്നും ആയിക്കൊള്ളുന്നില്ല. പലരുമായിട്ട് നമുക്ക് പല ആ രൂപത്തിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഇവിടെ സക്കരിയ സ്വലാഹിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ശബ്ദം ക്ലിയർ അല്ല, എന്റെ ശബ്ദം കുറവാണ് എന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലുള്ള പരമാവധി ശബ്ദത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സക്കരിയ സ്വലാഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഇങ്ങനെ എന്തോ അയച്ചു എന്നൊക്കെയുള്ള ആക്ഷേപമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അതൊരു വ്യക്തിപരമായ ഒരു പരിചയത്തിന്റെ പേരിൽ അദ്ദേഹം ചെയ്തതായിരിക്കാം എന്ന കാര്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തിപരമായ ബന്ധവും പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പല രൂപത്തിലുള്ള ഉപദേശങ്ങൾ പലർക്കും നൽകാറുണ്ട്. അതാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ആക്ഷേപിക്കേണ്ടതില്ല എന്ന് അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സക്കരിയ സ്വലാഹി തന്നെ അദ്ദേഹത്തിന് എന്തോ ആ കുട്ടിക്ക് എന്തോ ഒരു പിശാച് ബാധയാണ് എന്ന് എനിക്ക് മനസ്സിലായി തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഉപദേശം നൽകി എന്ന് പറഞ്ഞതിനെ ഇന്ന് അനസ് വളരെയധികം പരിഹസിക്കുന്നുണ്ട്. എങ്ങനെയാണ് പിശാച് ബാധയാണെന്ന് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ അതിനു വേണ്ടി മാത്രമാകുന്നു എന്ന കാര്യം ഒന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈകിട്ടെടുത്തത്. അസ്സലാമു അലൈക്കും. സഹോദരൻ അബു അഹമ്മദ് ഒരു ചോദ്യം ചോദിച്ചല്ലോ, അതൊന്നും കൂടെ പറയും, ഡോക്ടർ ഒന്ന് കേൾക്കട്ടെ. ഞാൻ ശരിക്കും കേട്ടില്ല, കാരണം ഈ കണക്ട് ആയതുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട്. അപ്പൊ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. എന്തായാലും ചോദിച്ചെന്നുള്ള ആ സമയത്ത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ മറുപടി എടുത്ത് കാര്യമില്ല, ഡോക്ടറുടെ പറയട്ടെ, ഡോക്ടർക്ക് ആ വിഷയത്തിൽ പറയാനുണ്ട്. അതായത് ചോദിച്ചത് ഇതാണ്, ഞാൻ സുബൈർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് ഒരു സാധാരണ ഒരു ഡോക്ടറെ അടുത്ത്, അതായത് ഒരു വൈദ്യശാസ്ത്ര ചികിത്സക്ക് വേണ്ടിയാണ്, അതല്ലാതെ റുഖിയ ശഅരിയക്കല്ല എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത്. അപ്പൊ വൈദ്യശാസ്ത്ര ചികിത്സക്കാണോ റുഖിയ ശഅരിയക്കാണോ കൊണ്ടുപോയത് എന്ന വിഷയമാണ് നമുക്ക് തിരിയാകുന്നത്. അതാണ് ഒരു MBBS എന്ന നിലക്കാണ് കൊണ്ടുപോയിരുന്നത്. അതായത് വൈദ്യശാസ്ത്ര ചികിത്സക്കാണ് കൊണ്ടുപോയതെന്നാണ് അയാൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ അവർ MBBS എന്ന നിലക്കാണ് കൊണ്ടുപോയത്, അതല്ലാതെ റുഖിയ ശഅരിയ ചെയ്യാനല്ല എന്നുള്ള കോളത്തിലാണെന്ന് സംസാരിച്ചത്. അതൊന്ന് ക്ലിയർ ആവേണ്ടിയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, അനസ്മോളിയെ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് തന്നെ വിളിച്ചുകൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് രോഗിയെ ചികിത്സിച്ചത്. ഞാനൊരു സൂക്കേസൊക്കെയായിട്ടാണ് പോയത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചില്ല, ആ സൂക്കേസായിരിക്കും ചിലപ്പോ ഒരു ചികിത്സകന്റെ പെറ്റ് ഞാൻ കണ്ടുപോലെ അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ മറ്റ് MBBS എന്ന നിലയിൽ അല്ല അദ്ദേഹം എന്റെ രോഗിയുമായി സമീപിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പോയി ചികിത്സ, അല്ലാതെ എന്റെ അടുത്ത് പേഷ്യന്റ് അയച്ചതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എറണാകുളത്ത് വേറെ MBBS ഡോക്ടർമാരൊന്നും ഇല്ലാഞ്ഞിട്ട് സുബൈർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചോനെ. എറണാകുളത്താണുള്ളപ്പോ സംഭവം. എത്രയോ ഡോക്ടർമാരും എത്രയോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്. അനസിന് വേറെ ആരും കിട്ടാതെ ഡോക്ടർ സുബൈർ ഡോക്ടറെ മാത്രം വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുക എന്ന് പറഞ്ഞാല് അതൊക്കെ വിശ്വസിക്കാനേ ഈ കൗമിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം മുസ്ലിങ്ങൾ കൈയെടുത്തിട്ടുണ്ട്. ഇസ്മായിൽ തോട്ടശ്ശേരി പറഞ്ഞ അതേ വിഷയം തന്നെ ഒന്ന് പറയണമെന്ന് സൂചിപ്പിക്കായിരുന്നു. കാരണം
ഡോക്ടർ സുബൈർ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയില് വളരെ പ്രശസ്തമായ, കേരളത്തിൽ തന്നെ പ്രശസ്തമായ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സുബൈർ ജോലി ചെയ്തിരുന്നത് എറണാകുളത്തുള്ളപ്പോ. അവിടെ എത്രയെത്ര സ്പെഷ്യാലിറ്റീസ് ഹോസ്പിറ്റലുകളുണ്ട്, എത്രയെത്ര ഡോക്ടർമാരുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ ഡോക്ടർ സുബൈർ ജോലി ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള, അതേപോലെ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ്. അപ്പൊ ഇവരോടൊന്നും സമീപിക്കാതെ ഈ ഡോക്ടർ സുബൈറിന് മാത്രം പോയി കണ്ടപ്പോൾ അന്നനസ് മുസ്ലിയാർ പറഞ്ഞതുപോലെ എന്താണ്, സക്കിയ സലാമിക്ക് അറിയാത്ത എന്തോ ഒരു കാര്യം ഹഫ്സുർ റഹ്മാന്റെ അടുത്തുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡോക്ടർമാർക്ക് അറിയാത്ത എന്തോ ഒരു കാര്യം ഡോക്ടർ സുബൈറിന്റെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് അനസ് ഡോക്ടർ സുബൈറിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നുള്ള കാര്യം കൃത്യമായി ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ, ഹിദായത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ചർച്ച അവസാനിപ്പിക്കണം. അബൂ മുസ്ഫർ വൈക്കിലേക്ക് ഒരു സലാമായി പറഞ്ഞുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാറുമാരെ, ചർച്ച അവസാനിപ്പിക്കുകയാണ് നല്ലത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള നമ്മുടെ ഈ വ്യക്തികളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതോടൊപ്പം ഇത്തരം കാര്യങ്ങളില് ഇതിന്റെ ചികിത്സ അതുപോലെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള തെറ്റായ രീതികളും പല പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്താണെന്നും വ്യക്തമാവാത്ത രൂപത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നത് ശരിയല്ല എന്നതുകൂടി നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ബഹുമാന്യനായ സക്കരിയ സലാഹി തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം ഇഫ്തുർ റഹ്മാന്റെ പിന്നെ ശൈലിയെ സംബന്ധിച്ച് അത് ശരിയല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ നേരിട്ട് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം പറഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് പിശാചി ബാധ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എങ്ങനെയാണ് സക്കരിയ സലാഹിക്ക് മനസ്സിലായത് എന്ന് ചോദിക്കുന്ന അനസ്, അതിനുള്ള മറുപടി ഹനീഫ് കാരക്കൂടി തന്നെ പറഞ്ഞു, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അഷ്റഫ് പൂനൂർ കളവ് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എന്ന് ഹനീഫ് പറയുകയുണ്ടായി. അപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാതെ പറയാന്നാണല്ലോ. എന്നല്ല, ഉറപ്പില്ല, ഒരു സംശയം. ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇതെല്ലാം കൂടി കണ്ടപ്പോ നേരത്തെ സക്കീറായി പറഞ്ഞല്ലോ, ഇങ്ങനെ ഖുർആനെല്ലാം കൂടി കേട്ടപ്പോ അദ്ദേഹത്തിന് ആൾക്കൂട്ടി ഒരു വിഭ്രാന്തി എല്ലാം കൂടി ഉണ്ടാകുന്നത് സ്വാഭാവികമായും പിശാചി ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു പൈശാചികമായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതെല്ലാം കൂടി വെറുതെ ഭയങ്കരമായിട്ട് വലുതാക്കി ആ രൂപത്തിലൊന്നും കൊണ്ടുപോകേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ എല്ലാവരും ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ബഹുമാൻ അബൂ ഹസാൻ കൈ ഉയർത്തിയിട്ടുണ്ട്. അബൂ ഹസാൻ മൈക്കെടുക്കുക എന്നുള്ള ചർച്ച അവസാനിപ്പിക്കാം, നമുക്ക് പിരിയാം. ഫജറിന്റെ സമയമൊക്കെ അടുത്തടുത്ത് വരികയാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കുക. ഒരിക്കലും മതവിഷയങ്ങളിൽ അതിരുകവിയരുത്. അതോടൊപ്പം തന്നെ മതവിഷയങ്ങളിൽ ഒരിക്കലും അത്തരം വിഷയങ്ങളെ പരിഹസിക്കാൻ പാടില്ല, ദീനിനെ കളിയാക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് വെച്ച് പ്രവർത്തിക്കൊണ്ട് ശരിയായ രൂപത്തിൽ നല്ല മുവഹിദുകളായിക്കൊണ്ട് മുജാഹിദുകളായിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അതിനുവേണ്ടി നാം പഠിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സെക്കൻഡ് അഭിഷേക് പത്രം. സഹോദരന്മാരെ, ഖുറാഫികളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഒരു തെളിവില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് യാതൊരു തെളിവ് ഇതിലില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ കള്ളക്കച്ചവടം ഉണ്ടല്ലോ, അതിന് ഇതൊന്നും തെളിവല്ല. അതൊന്നും നിങ്ങൾ ഇവിടെ പരസ്യം അടിച്ചുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഈ ഉറുക്കും മന്ത്രം ചെയ്യുന്ന ഇന്നലെ ഹുസൈൻ സലഫിയുടെ കുത്തുബ മാത്രം കേട്ടാൽ മതി. ഷാർജയിലെ കുത്തുബ ഒന്ന് കേട്ട് നോക്കൂ, ആരെ ലിങ്ക് ഉണ്ടെന്ന് ഖുറാഫികൾക്ക് കൊടുന്നു കൊടുക്കൂ. കാരണം ഇവർ വിചാരിച്ചിരുന്ന ഇവർ ചെയ്യുന്ന ഈ കള്ളത്തര ഈ പരിപാടികളെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഹുസൈൻ സലഫി ഷാർജയിൽ കുത്തുബയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അതിനെ പറ്റിയ അവസരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇത്ര നേരം ഇവിടെ ചോദിച്ചു, അത്തഹിയാത്തിന് എന്താ ചില്ലത്? എല്ലാവർക്കും അങ്ങനെ ഒരു തല്ലിടാണ് നേരമുള്ളൂ.
ഒരാൾ പോലും വളരെ 2-3 സുഹൃത്തുക്കൾ മാത്രം മറുപടി വന്നുള്ളൂ. ഒരാൾ പോലും മറുപടി തരാൻ തയ്യാറായില്ല. വളരെ അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്തഹിയ്യാത്തിൽ എന്താ ചൊല്ലേണ്ടതെന്ന് അറിയാനായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ക്ലാസ് ഉള്ള സമയത്ത് വരിക. ഇപ്പൊ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. നിങ്ങൾ ടെസ്റ്റ് അടിച്ച വളരെ നല്ല ടെസ്റ്റൊക്കെ അടിക്കുന്ന ഞാനും കണ്ടിരുന്നു. മനസ്സിലായ? ഒന്ന് നിർത്തിക്കൂടെ? എന്ത് റൂമാണിത്? വേറെ ഇതുപോലെ പല റൂമും ഉണ്ട്. അവിടെ പോയി ചോദിച്ചു നോക്ക് എന്ത് റൂമാണിതെന്ന്. അവിടെയൊക്കെ പോയി ചോദിച്ചു നോക്ക്. കുറെ മധ്യസ്ഥന്മാർ തുടങ്ങിയിട്ടുണ്ട്. നല്ല മധ്യസ്ഥന്മാരാ. അത്തഹിയ്യാത്ത് ചൊല്ലുന്ന എന്താന്ന് ഇതുവരെ അറിയില്ലല്ലേ? കൊച്ചുകുട്ടിയാണ്. 10 വയസ്സ് നമസ്കാരം തുടങ്ങണം. ഇതുവരെ ആയിട്ടും അത്തഹിയ്യാത്ത് തുടങ്ങുന്നത് പഠിച്ചിട്ടില്ല. ഇനി എന്ന് പഠിക്കാനാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊന്നാര മോനെ, അതൊക്കെ അവിടെ മാറ്റി വെച്ചാളെ. ഇവിടെ വന്നിട്ട് ഈ പണി വേണം. ഇതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ കക്ഷിക്ക് ഞാനേ കണ്ടില്ലായിരുന്നു. ഇയാൾ അത് അടിച്ചപ്പോ ഞാൻ ഇസ്ലാം ഹൗസിന്റെ നമ്മളെ ചർച്ചയുടെ ഉള്ളിലാണ് മൂപ്പര് ഇങ്ങനെ നോക്കി സഹോദരന്മാരെ. എന്നിട്ട് അയാൾ എനിക്ക് ഓക്കെ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയാൾക്ക് വിസിറ്റ് ഇസ്ലാം ഹൗസ്, അവിടെ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പൊ നമ്മളിത് അങ്ങനെ ഒരാള് നല്ല നസീഹത്തോട് കൂടിയിട്ടാണ് ആ ചോദിക്കണെച്ചെങ്കിൽ അതിനുള്ളതൊക്കെ നമ്മളൊക്കെ അപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള കളിയായിരുന്നു ഇവിടെ വേണ്ട. മനസ്സിലായോ? ആ രീതിയിലുള്ള കളികളൊന്നും വേണ്ട. ഇവിടെ കൃത്യമായ ഇസ്ലാമികമായ വിഷയങ്ങളിൽ കൃത്യമായ മറുപടി കൊടുക്കും. മനസ്സിലായോ? അപ്പൊ ആ ഒരു രീതിയിലുള്ള തട്ടിപ്പുകളും കളവുകളൊന്നും വേണ്ട. നല്ല നസീഹത്തോടു കൂടി ഗുണകാംക്ഷയോടു കൂടി വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടികളൊക്കെ കൊടുക്കും. ഇവിടെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ റൂമിന്റെ പ്രവർത്തനങ്ങളിൽ അധിക്ഷേപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും വരണ്ട. അതൊന്നും ആ പരിപ്പൊന്നും ഇവിടെ വേവില്ല. മനസ്സിലായോ? തൽക്കാലം നിർത്താന് പടച്ചോനെ. ഈ വിഷയത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സഹോദരന്മാരോട് പറയാനുള്ളത്, ഇത് ദീനാണ്, കളിക്കുന്ന കാര്യമല്ല. ദീനിനെ ഒരു വിനോദമായി കാണരുത്, ഗൗരവത്തിലായിരിക്കണം. പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ആളുകളുടെ വാചക കസർത്തിലോ ഏതെങ്കിലും ആളുകളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ന്യായീകരണങ്ങളിലോ കുടുങ്ങേണ്ടവരല്ല നമ്മൾ. മറിച്ച് പ്രമാണങ്ങൾ എന്ത് പറയുന്നു, അള്ളാഹു എന്ത് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ എന്ത് പഠിപ്പിച്ചു, അവിടെ നിൽക്കേണ്ടവരാണ് നമ്മൾ എന്ന് എല്ലാ സഹോദരങ്ങളെയും ഉണർത്തുകയാണ്. വളരെ കൃത്യമായി പല ആളുകളുടെയും ടെക്സ്റ്റ് ഞാൻ കണ്ടപ്പോൾ വളരെയധികം വിഷമിച്ചുപോയി, വേദനിച്ചുപോയി. ചില ആളുകൾക്ക് ഇതൊരു വിനോദമായിട്ടാണ് കാണുന്നത്. ആ വിനോദം പാടില്ല. ഇത് ഗൗരവമുള്ള ചർച്ചയാണ്. ഒരു നൂറ്റാണ്ടുകാലം കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് തൗഹീദും ശിർക്കും എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില കുബുദ്ധികൾ, കുതന്ത്രക്കാര് കയ്യിറക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് അവരുടെ ആ മുഷ്ക് കൊണ്ട് മുവാഹിദുകളായ തൗഹീദിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച പണ്ഡിതന്മാരെ മുശ്രിക്കാക്കി മുദ്രകുത്തി പുറത്താക്കുന്ന ഒരു സമീപനം അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. ചില താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഓശാന പാടുന്നു. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നാളെ രാത്രി സൗദി സമയം 9 മണിക്ക് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അബ്ദുസലാം മോങ്ങത്തിന്റെ കപടവാദങ്ങൾക്ക്, മുജാഹിദുകളെ മുശ്രിക്കുകളാക്കുന്ന അബ്ദുസലാം മോങ്ങത്തിന്റെ കള്ളവാദങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മറുപടി പറയുന്നതായിരിക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അയാൾ പറഞ്ഞത് മുഴുവനും കള്ളവാദങ്ങളാണ്. മുജാഹിദുകൾക്ക് ഇല്ലാത്ത വാദം കെട്ടിവെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ച സംസാരം വളരെയധികം, അതെ, ഈ ദീനിനെ സ്നേഹിക്കുന്ന, മുജാഹിദ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന, മുജാഹിദ് പ്രവർത്തകന്മാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം
അതിര് കടന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട മൗലവി നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്ന്. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.